വോട്ട് മുടങ്ങും എന്ന പരാതിയുമായി തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ തപാൽ വോട്ടിന് അപേക്ഷിച്ചവർ വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്ററിൽ പോയി വോട്ട് ചെയ്യണം എന്ന നിർദ്ദേശം പ്രായോഗികമല്ല എന്നാണ് പരാതി. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് വോട്ടവകാശം നിഷേധിക്കുകയാണെന്ന് ആരോപിച്ച് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും രംഗത്തെത്തി. മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുന്നുവെന്നാണ് അസോസിയേഷന്റെ പരാതി. ഡ്യൂട്ടിക്ക് ശേഷം കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്നവർക്ക് കൗണ്ടിംഗ് ദിവസത്തിന് മുൻപായി വോട്ട് ചെയ്യാൻ അവസരം നൽകണമെന്നാണ് അസോസിയേഷന്റെ ആവശ്യം. നടപടിയുണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. കൃത്യമായി ആബ്സെന്റീസിന്റെ വോട്ട് പ്രായാധിക്യമുള്ളവർക്ക് വീട്ടിലടക്കം ചെന്ന് വോട്ടവകാശം നൽകുന്ന സാഹചര്യത്തിൽ അത്രമാത്രം ശക്തമായ ജനാധിപത്യമുള്ള നാടാണ് നമ്മുടേത്. NRIs ആയിട്ടുള്ളവർക്കടക്കം പ്രോക്സി വോട്ടടക്കം അനുവദിച്ചുകൊണ്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ള നാടാണ് നമ്മുടേത്. പക്ഷേ ഇലക്ഷൻ പ്രൊസീജിയറിന്റെ ഭാഗമായി ക്രമസമാധാന പരിപാലനത്തിനായി നിയോഗിക്കപ്പെടുന്നവർക്ക് അത് നിഷേധിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. തപാൽ വോട്ടിന് അപേക്ഷിച്ചവർ വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്ററിൽ പോയി വോട്ട് ചെയ്യണമെന്ന നിർദ്ദേശം പ്രായോഗികമല്ലെന്നാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച സർക്കാർ ഉദ്യോഗസ്ഥരുടെ പരാതി. വോട്ട് മുടങ്ങുമെന്നാണ് ആശങ്ക. പോസ്റ്റൽ ബാലറ്റ് ഇല്ലാത്ത സാഹചര്യമാണുള്ളത്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ 2 വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്ററുകളാണുള്ളത്. വടകര കോൺസ്റ്റിറ്റ്യൂൻസിലെ വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്റർ വടകര ഗസ്റ്റ് ഹൌസിലാണ്. കോഴിക്കോടുള്ളത് നമ്മുടെ സിവിൽ സ്റ്റേഷനിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ നിയോജക മണ്ഡലങ്ങളിൽ പോളിംഗ് ഡ്യൂട്ടിക്ക് അപ്പോയിന്റ്മെന്റ് നൽകിയിട്ടുള്ള ഉദ്യോഗസ്ഥർ അവരുടെ വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്ററിൽ എത്തി വോട്ട് രേഖപ്പെടുത്തണം എന്നുള്ളതാണ് നിലവിൽ കിട്ടിയിട്ടുള്ള വിവരം. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി എവിടെയാണെങ്കിലും സ്വന്തം മണ്ഡലം ഉൾപ്പെടുന്ന ജില്ലാ കളക്ടറേറ്റുകളിലും വരണാധികാരികളുടെ ഓഫീസിലും സജ്ജമാക്കിയ വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററുകളിൽ വോട്ട് രേഖപ്പെടുത്തണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. 24 കോഴിക്കോട്.